ഈ സിനിമ കണ്ടെന്ന് കേട്ടു, അണ്ണനെ തിയേറ്ററിൽ കണ്ടെന്ന് ന്യൂസിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് പടം കണ്ടിട്ട് എങ്ങനെയുണ്ട്? പടം മൂഞ്ചിപ്പോയി. പടം മൂഞ്ചിപ്പോയി. പോളോ നമ്മുടെ ആൻഡോ ജോസഫ് മമ്മൂക്കയാണ് മണിയടിച്ചതാണ്. മമ്മൂക്ക പടാക്കി മാറ്റി. ഓക്കെ, അവസാനം പടം മൂഞ്ചിപ്പോയി. സംഭവം നല്ല ടോപ്പിക്കൊക്കെയാണ്. ഒരു പെരിസ്കോപ്പ് പറഞ്ഞ ആപ്പിൻ്റെ കാര്യമൊക്കെയാണ്. അത് ആഡ് ചെയ്തുണ്ടാക്കുന്ന നമ്മുടെ മോണിറ്ററിങ് ആണല്ലോ. നമ്മളിപ്പോൾ എല്ലാം മൊബൈലിൽ കമ്പനിയുടെ കോർപ്പറേറ്റ് കമ്പനിയുടെ മോണിറ്ററിങ് ആണല്ലോ. അല്ല, കോർപ്പറേറ്റ് കമ്പനിയിൽ ഒരു വില്ലനായിട്ടാണ് സ്ഥിരമായിട്ട് വരുന്ന പോലെ ഫാസ്റ്റ് വരുന്നത്. സ്ഥിരം റോൾ, വില്ലൻ റോൾ, കോർപ്പറേറ്റ് വില്ലൻ. എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ കാണുമ്പോൾ നൈറ്റ് പറയാം. പിന്നെ രേവതി തന്നെ ചെയ്യുന്നുണ്ട്, സീരിയസ് റോളാ. നെച്ചൂരിൽ ഇതിൽ കുറെ മരണമുണ്ട്, വേറെ മരണമുണ്ട്. അതേ പറയുന്നത് ഫുൾ മരണമാണ്. ദർശനയും മരിച്ചു പോകും. ദർശൻ പൂജാവ് നല്ല പേരിങ്ങാണ്. വേറൊരു വലിയ മരണമുണ്ട്, അത് ഞാൻ പറയുന്നില്ല, കോയിലറാണ്. വലിയൊരു മരണമുണ്ട്, വലിയ മരണം. ഒരു ആന മരിക്കുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് വലിയ കുഴപ്പമില്ലാതെ പോയി. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴേക്ക് ടേക്ക് ഓഫ് ആയിട്ട് കമ്പയർ ചെയ്യാനേ പറ്റില്ല. ഭയങ്കര സെക്കൻഡ് ഹാഫിൽ ലാഗും ഉണ്ട്, പിന്നെ ലോജിക്കും ഇല്ല. ഭയങ്കര മഹേഷാൻ്റെ മേക്കിങ്ങും ശരിയായില്ല. സ്റ്റാർ കാസ്റ്റിലല്ലെന്ന കാര്യം മനസ്സിലായി. ഇപ്പോൾ വാഴ 2 സ്റ്റാർ കാസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ മുതലാക്കി കാശ് കിട്ടുകയായി. വലിയ ഇട്ടൊന്നും ആവാൻ പോകുന്നില്ല, അത്രേ ഉള്ളൂ. പിന്നെ ഗുജാവ് കോട്ട് റോൾ കുഴപ്പമില്ല. മോഹൻലാലിന് സെക്കൻഡ് ഹാഫിൽ ഒന്നുമില്ല. അത് സെക്കൻഡ് ഹാഫിൽ പുള്ളിക്ക് നല്ല റോൾ കൊടുത്തെങ്കിൽ ഈ സിനിമ പിടിച്ചിരുന്നതാണ്. പുള്ളിക്ക് പുള്ളിയെ സൈഡാക്കിയ റോളാണ്. ലാൽ ഫാൻസ് ഒരിക്കലും ഹാപ്പി ആയിരിക്കില്ല. ലാൽ ഫാൻസിന് പക്കാ മമ്മൂട്ടി പടമാണ്. ഓക്കെ, സംഭവം നല്ല സോഷ്യൽ റിലവന്റ് ടോപ്പിക് ഒക്കെയാണ്. പക്ഷെ മാസ് അപ്പീലില്ല. ഈ ടോപ്പിക്ക് സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. കുറച്ച് ക്ലാസ് ഓഡിയൻസിനെ പറ്റില്ല. ക്ലാസ് പടമാണ്. പക്ഷെ ടേക്ക് ഓഫിനൊന്നും 7 എത്തിയില്ല. 3 മണിക്കൂർ പിടിച്ച് കണ്ടോണ്ടിരിക്കാൻ ബുദ്ധിമുട്ടാണ്. അത് കണ്ടോണ്ടിരിക്കാൻ ബുദ്ധിമുട്ടാണ്. 3 മണിക്കൂറുണ്ടല്ലേ പടം? പടം ആവറേജ് 1 ടൈം തന്നെ ഒരു എങ്ങനെയും കണ്ടിരിക്കാം. നമ്മൾ തിയേറ്ററിൽ എത്തിപ്പോയി എന്നുള്ളതുകൊണ്ട് കണ്ടുപോരാന്നുള്ള പോലെയാണ് പറയണേ. മോഹൻലാലിന് ശരിക്കും മുമ്പിലുണ്ട്. പുള്ളി എന്തിനാ ഇത് നിന്ന് കൊടുത്തെന്ന് അറിയില്ല. പുള്ളി മമ്മൂട്ടിയാണ് ഇയാളെ കാസ്റ്റ് ചെയ്തത്. എനിക്ക് 2020 വൈരാഗ്യം തീർക്കാൻ വേണ്ടി 2020 മോഹൻലാൽ സ്കോർ ചെയ്താ. അത് മാറ്റാണ്ട് ഇതിൽ മമ്മൂട്ടി സ്കോർ ചെയ്തു. ആ വൈരാഗ്യം തീർക്കും. 2020 ആണ് മാസ് അപ്പീൽ ഫിലിമായ. മാസ് അപ്പീലില്ല. മമ്മൂട്ടി ഈ പടത്തിൽ മോഹൻലാൽ കോമഡി ഇല്ല, അങ്ങനത്തെ ഒന്നുമില്ല. ത്രൂഔട്ട് സീരിയസ് മൂഡാണ്. പിന്നെ മമ്മൂട്ടിയുടെ ആക്ഷൻ അറിയാമല്ലോ, കുറച്ച് ആക്ഷൻ ഒക്കെ ഉണ്ട്. കഷ്ടപ്പെട്ട് ആക്ഷൻ ചെയ്യുന്നുണ്ട്. ഇടതുകാല് പൊക്കി ഇടനെഞ്ചിൽ ചവിട്ടി. പിന്നെ സിദ്ദിഖിന്റെ മകനാണ് ചെയ്യുന്നുണ്ട്. പുള്ളിയാണ് റോൾ ചെയ്തിട്ടുണ്ട്. നെഗറ്റീവ് ആണെങ്കിൽ സിദ്ദിഖിന്റെ മകനാന്നുള്ള ഒരു കുറവ് മാത്രമേ ഉള്ളൂ അവന്. സിദ്ദിഖിന്റെ മകൻ വില്ലനായിട്ടാണ് ചെയ്തിട്ടുണ്ട് കുറെ നാൾ ശേഷം. പൊതുവെ ആവറേജ് പടം. ഓക്കെ, താങ്ക് യു.